കഥകൾ കേൾക്കുവാൻ നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. ഒരു കഥ, ഒരു സംഭവ കഥ പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ആരംഭിക്കാം. ഒരിക്കലും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അച്ഛനായി ആദ്യ സമയത്ത് അച്ഛനായത് ആ ഒരു കാലഘട്ടത്തിൽ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ സ്ഥിരമായിട്ട് അവിടെ വളരെ ആത്മീയമായും അതേപോലെ വിശുദ്ധ വേദപുസ്തക അനുസരണം ജീവിക്കുന്ന ഒരു ഭാര്യ ഭർത്താവ് യുവാക്കളാണ്. വളരെ എല്ലാ കുർബാനകളിലും നമുക്ക് സമയത്ത് വന്ന് ആരാധനയോടൊക്കെ ഒത്തിരി ചേർന്ന് നിന്ന് ഉള്ള രണ്ട് കുഞ്ഞുങ്ങൾ. കുറച്ച് നാളുകൾക്ക് ശേഷം അവരുടെ കൊച്ചു കുഞ്ഞിന് അവര് പള്ളി വരും, പക്ഷെ കുർബാന കൊടുക്കാത്ത, പക്ഷെ പ്രാർത്ഥനാ കാര്യങ്ങളിലുമൊക്കെ വളരെ ആത്മീയമായിട്ടുള്ള. ഞാനിങ്ങനെ ഒരു ദിവസം കുർബാന കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ കുഞ്ഞിന് കുർബാന കൊടുക്കാത്ത? അപ്പോ അവരെന്നോടൊരു ചോദ്യം ചോദിച്ചു, ഒരു തിരിച്ചറിവ് ആവാതെ എങ്ങനെയാണ് ഒരു കുഞ്ഞിന് കുർബാന കൊടുക്കുക? അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം, അത് ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണ്ടേ അത് കൊടുക്കുവാൻ. അപ്പൊ എനിക്ക് കാര്യം ഏകദേശം മനസ്സിലായി. കഴിഞ്ഞ് പള്ളിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവരോട് ഞാൻ പള്ളിയിലെ മുറിയിലേക്കൊന്ന് വരാൻ പറഞ്ഞു. അതിന് ശേഷം ഒരു വേദപുസ്തകത്തിലെ എൻ്റെ മേശപ്പുറത്ത് ഒരു ബൈബിള് ഉണ്ടായിരുന്നു. ഈ ബൈബിള് എടുത്തു കൊടുത്തിട്ട് ഒരു 4 വചനങ്ങൾ അവരോടൊന്ന് വായിക്കാൻ പറഞ്ഞു. കാരണം ഒത്തിരി ഒന്നും നമ്മൾ വിശദീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തയാളില്ല. കാരണം അവർക്ക് വേദപുസ്തകത്തെ കുറിച്ചും ആരാധനയോടും ഒക്കെ ഒത്തിരി അറിവുള്ളതാണ്. അപ്പോ അതില് ആ വചനങ്ങൾ നമ്മളുമായിട്ടൊന്ന്, നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹത്താലാണ് അത് പറയുന്നത്. ഒന്നാമത്തെ വചനം എടുക്കാൻ പറഞ്ഞത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 53-ാമത്തെ വചനമാണ്. നമുക്കെല്ലാവർക്കും ഒത്തിരി പരിചയമുള്ളൊരു വാക്യമാണ്. അപ്പോ അവര് അത് വായിച്ചു. അത് ഇപ്രകാരമായിരുന്നു: മനുഷ്യപുത്രന്റെ മാംസം നിങ്ങൾ ഭക്ഷിക്കുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കുള്ളിൽ ജീവൻ ഇല്ല. മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കുള്ളിൽ ജീവൻ ഇല്ല. നിത്യജീവന്റെ ആ വലിയ അനുഭവത്തിലേക്ക് നമ്മെ പ്രാപ്തരാക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് കർത്താവിന്റെ ശരീരവും രക്തവും. അവിടെ ക്രിസ്തു ഇത്ര വയസ്സിന് മുകളിലുള്ളവർക്കെന്ന് മാത്രം പറഞ്ഞിട്ടില്ല. അവിടെ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും എല്ലാവർക്കും ലഭിക്കേണ്ടുന്നത് ഒന്നാണ്. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത് വിശുദ്ധ ജീവൻ നൽകുന്നതായ ഈ കൃപ മാമോദീസായോട് ചേർന്ന് നമ്മൾ ആദ്യമേ ക്രിസ്തുവിന്റെ ശരീരവും രക്തവും കുഞ്ഞിന് കൊടുക്കുന്നത്. അവിടെ ക്രിസ്തുവിന്റെ ശരീരവും രക്തവും കുഞ്ഞുങ്ങളിൽ കൊടുക്കുക എന്നുള്ള ആ വേദപുസ്തക അടിസ്ഥാനത്തിലാണ് നമ്മൾ കുർബാനയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. വീണ്ടും മറ്റൊരു വാക്യം കൂടെയുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളാണ്. ആ ഭാഗം ഇപ്രകാരമാണ്. അത് അവർ പിന്നെയും ആ പുസ്തകം എടുത്ത് വീണ്ടും വായിച്ചു. അങ്ങനെയാണ് അവിടെ വായിക്കുന്നത്: അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അത് കണ്ടവരെ ശാസിച്ചു. യേശുവോ അവരെ അരികത്ത് വിളിച്ചു, പൈതങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്. ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കുഞ്ഞുങ്ങൾ വരുന്നത് കണ്ട് ശിഷ്യന്മാർ തടുക്കുമ്പോൾ യേശു എന്താ പറയാ? പൈതങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്, കുഞ്ഞുങ്ങളെ യേശുവിൽ നിന്ന് അകറ്റരുത് എന്നുള്ളതാണ്. കുർബാന എന്നുള്ളത് യേശുവുമായിട്ടുള്ള ആ വലിയ ഒരു ഐക്യമാണ്. അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഒഴിവാക്കരുത് എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുക.
മൂന്നാമത്തെ വേദപുസ്തക വചനം അവരോട് വായിക്കാൻ പറഞ്ഞത് അത് അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നുള്ളതാണ്. 2-ാമത്തെ അധ്യായം 41, 42 ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് മാമോദീസ സ്വീകരിച്ചവർ, ആദിമ സഭയിലേക്ക് മാമോദീസ സ്വീകരിച്ച് സഭയിലേക്ക് കടന്നു വരുന്നവര് മാമോദീസ സ്വീകരണത്തിന് ശേഷം തുടർന്ന് മറ്റൊരു കാര്യം കൂടെ അവിടെ നടക്കുന്നുണ്ട്. അത് ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് ആണ്. അതായത് അപ്പം മുറിക്കലും തുടർന്നു. അതിന്റെ അർത്ഥം മാമോദീസ എന്നുള്ളത് സഭയുടെ പൂർണ്ണ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞിനെ ആക്കുന്നതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് നിൽക്കേണ്ടുന്നതാണ് വിശുദ്ധ കുർബാന അഥവാ ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് എന്ന് പറയുന്നത് എന്ന് സഭ ആദിമ സഭാപിതാക്കന്മാർ അല്ലെങ്കിൽ ആ ശിഷ്യന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒന്നായിരുന്നു. ഒരു കുടുംബം ഒന്നായി മാമോദീസ എടുക്കുക എന്ന് പറയുമ്പോൾ അതില് കുഞ്ഞുങ്ങളും കൂടെ ഉൾപ്പെടും എന്നുള്ളതാണ്. അടുത്ത വചനം അത് പുതിയ നിയമത്തിലെ തന്നെ 1 കൊരിന്ത്യർ 10:17 ആ ഭാഗം ഇപ്രകാരം നമ്മൾ ധ്യാനിക്കുന്നു: നാം എല്ലാവരും ഒരേ അപ്പം പങ്കിടുന്നതിനാൽ ഒരേ ശരീരമാണ്. എല്ലാവരും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇത്ര വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾ എന്നുള്ളതാണ്. അവിടെ ആ വിശ്വാസ സമൂഹത്തിലെ എല്ലാവരും എന്നാണ് പറയുക. എല്ലാവരും എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ. കുഞ്ഞുങ്ങളും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളാണ്. അതാണ് സഭയുടെ വിശ്വാസം. സഭയുടെ വിശ്വാസം എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ വിശ്വാസമാണ്. മാമോദീസ വഴി ക്രിസ്തുവിന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സഭയിൽ അംഗമാകുന്നു. അംഗമായി കഴിഞ്ഞാൽ അവൻ ആദ്യം ലഭിക്കേണ്ടുന്നത്, അവൾക്ക് ആദ്യം ലഭിക്കേണ്ടുന്നത് എന്താ? ആ ആത്മീയ ആഹാരമാണ്, ക്രിസ്തുവിനെയാണ്, ആ കുർബാനയാണ് സഭ കൊടുക്കുന്നത്. അങ്ങനെ ആത്മീയ ജനനം നേടി സഭയിലേക്ക് ആകുന്ന കുഞ്ഞിനെ വിശുദ്ധ കുർബാന കൊടുത്ത് അതിലേക്ക് സ്വീകരിക്കുന്നതാണ്. അവസാനം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ അവരോട് ഇങ്ങനെ പറയുകയായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് കുർബാന നൽകരുതെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വേദപുസ്തകത്തിലില്ല. ജീവന്റെ അപ്പം, എന്നാൽ ജീവന്റെ അപ്പം എല്ലാവർക്കും ഉള്ളതാണ്. കുഞ്ഞുങ്ങളെ തടയരുത്. മാമോദീസായ്ക്ക് ശേഷം ഉടൻ കുർബാനയിൽ അത് പങ്കാളിത്തം. അതുകൊണ്ടാണ് സഭ വിശുദ്ധ വേദപുസ്തക അധിഷ്ഠിതമായ വിശ്വാസത്തിന്റെ ആഴത്തിലാണ് സഭ പഠിപ്പിക്കുന്നത്. നമ്മുടെ യുക്തിയിലോ നമ്മുടെ ബുദ്ധിയിലോ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ തോന്നുന്ന ആ ഒരു ചിന്താഗതിയിലോ വളർന്നു വന്നതല്ല സഭയുടെ വിശ്വാസം, നമ്മുടെ വിശ്വാസം എന്നുള്ളത്. അത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, വചനത്തിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ളതും വേദപുസ്തകം അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ വേദപുസ്തക അടിസ്ഥാനമായി ജീവിക്കാൻ ഉതകുന്ന ആ വിശ്വാസ പ്രമാണങ്ങളും ആരാധനാ രീതികളുമാണ് സുറിയാനി സഭയുടെ ആരാധനാ രീതി. അത് നമ്മുടെ ജീവിതത്തിൽ സഭയുടെ വിശ്വാസം നമ്മൾ ഒന്ന് മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും നല്ലതാണ്. അപ്പോ അങ്ങനെ അവർക്ക് ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായി. പിന്നീട് ആ വ്യക്തമായ ഒരു ബോധ്യം ലഭിച്ചപ്പോഴാണ് യഥാർത്ഥമായി വേദപുസ്തകത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ള ബോധ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ചുകൂടെ വിശ്വാസത്തിലേക്കും ആഴത്തിലേക്കും ആ കുടുംബത്തിന് വരാൻ സാധിച്ചു എന്നുള്ള ഒരു ചെറിയ കഥയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും ചില ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ സഭ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് ആത്മീയമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നതാണ്. നമ്മൾ കേട്ട 4 വചനങ്ങൾ ഒരിക്കൽ കൂടെ ഒന്ന് ഹൃദയത്തിൽ പതിപ്പിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം അത് ഉറപ്പിക്കുന്നത് നല്ലതാണ്. ഒന്ന് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം 53-ാം വചനം: മനുഷ്യൻ പുത്രന്റെ മാംസം നിങ്ങൾ ഭക്ഷിക്കുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. 2 വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 15-16: ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ തടയരുത്, അവരെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ. 3-ാമത്തെ വചനം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 41-42: മാമോദീസ സ്വീകരിച്ചവരെല്ലാവരും തന്നെ തുടർന്ന് അവിടെ അപ്പമുറിക്കലിന്റെ ഭാഗമാവുകയാണ്. അതായത് മാമോദീസ സ്വീകരിച്ചാൽ വിശുദ്ധ കുർബാനയോട് കൂടെ അത് എന്നാൽ മാത്രമേ അത് പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അവസാനമായിട്ട് 1 കൊരിന്ത്യർ 10:17: നാം എല്ലാവരും ഒരേ അപ്പം പങ്കിടുന്നതിനാൽ ഒരേ ശരീരമാണ്. എല്ലാവരും എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, പ്രായമായവർ ഉൾപ്പെടെ, എല്ലാവരും ഉൾപ്പെടെ അതിനോട് ചേർന്ന് വിശ്വാസ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളെയുമാണ്
കുഞ്ഞുങ്ങളും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്, ശരീരത്തിന്റെ അംഗങ്ങളാണ്. കുർബാന അവരിൽ നിന്ന് തടയരുത് എന്ന് വളരെ സ്നേഹത്തോടെ മാത്രം ഉത്ബോധിപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് ആ ഭാഗത്ത് നിരമിക്കട്ടെ. അതുകൊണ്ടാണ് മാമോദീസായോട് കൂടെ നമ്മുടെ സഭയിൽ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ കുർബാന നൽകുന്നത്. കുഞ്ഞുങ്ങളെ ക്രിസ്തുവിന്റെ അടുക്കൽ നിന്ന് തടയരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്ന് രണ്ട് അറിയിപ്പുകൾ.